ഇരുന്നോളൂ. ഇരിക്കും എല്ലാവരും. ഇവിടെ ആരും എഴുന്നേറ്റില്ലല്ലോ. നിങ്ങൾ ആരും എഴുന്നേറ്റില്ലല്ലോ. മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഇല്ല. ശങ്കരദാസ് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം അനുഭവിച്ച് പ്രാരാബ്ദം സഹിക്കവയ്യാതെ ബോംബെയിലേക്ക് വണ്ടി കയറി കോടീശ്വരനായി തിരിച്ചെത്തിയ ശങ്കർദാസ്. വേദനിക്കുന്ന കോടീശ്വരൻ. എവിടെ വേദനിക്കുന്നത്? എന്റെ കക്ഷത്തിൽ വേദനിക്കുന്ന ഈ സംസാരമാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ വേദനിക്കും. എന്റെ കയ്യിൽ പൂത്ത പണമുണ്ട്. കഴുകി വെയിലത്തിട്. എന്നിട്ട് ഞാനിപ്പോ വാടക വീട്ടിലാ താമസം. വാടക വീട്ടില്ല? എന്താ? പൂത്ത പണത്തിന് പൂത്ത മണമാണ്. സ്വന്തം വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. വേറെ വാടക വീടെടുത്ത് താമസിച്ചു. അത്യാവശ്യം കാശ് വല്ലതും വേണമെങ്കിൽ വേറെ കാരണം പറഞ്ഞു വിട്ട് കാശെടുപ്പിക്കും. ഈ ശങ്കർദാസ് എന്ന് പറയുന്നത് നമ്മളെ ഈ വീട്ടിൽ വരുന്നവർക്ക് 100 രൂപ വീതം കൊടുക്കുന്ന. അതെ. ആ ശങ്കർദാസ് ആണോ? അല്ലല്ല. പിന്നെ എന്റെ അടുത്ത് ആരെങ്കിലും 100 രൂപ എന്ന് ചോദിച്ചാൽ വരുന്നവന്റെ കയ്യിൽ നിന്ന് ഞാൻ 100 രൂപ പിടിച്ച് മേടിച്ച് ചെവിക്കുട്ടി അടി കൊടുക്കും. പല്ലാസ് ഉന്തളം. എനിക്കത് കിട്ടൂല. അത് പറയാം. പന്തളത്താ താമസം അല്ലേ? അതെ. ഈ ആളിനെ അറിയാവോ? നെൽസൺ സൂര്യനാട്. നെൽസൺ സൂര്യനാട് അറിയത്തില്ല. നെൽസൺ മണ്ടേലെ അറിയാം. എന്നെ അറിയത്തില്ല. നെൽസൺ മണ്ടേലെ അറിയാം. നെൽസൺ മണ്ടേലെ അറിയാം. നിന്റെ വീട് കൊല്ലത്തില്ലേ? അതെ, കൊല്ലം. റാവിസ് ഹോട്ടൽ അറിയാം? റാവിസ് പിന്നെ വലിയ ഹോട്ടലല്ലേ. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച ഓർമ്മയുണ്ടോ? ഞാൻ പലപ്പോഴും പോയി കഴിക്കാറുണ്ട്. ഈ 3 ദിവസത്തിന് മുമ്പ് അവിടെ ബില്ല് പേ ചെയ്യുന്നിടത്ത് പിടിച്ച് നിർത്തിയിരുന്നത് ഓർമ്മയുണ്ടോ? ഉണ്ടായിരിക്കാം. അന്നേരം ഈ ബില്ല് പേ ചെയ്തതേ മണ്ടേല അല്ല, നെൽസൺ മണ്ടേല അല്ല, ഞാനായിരുന്നു. മനസ്സിലായോ? ഇപ്പൊ ഓർമ്മയുണ്ടോ? അത് വത്സൻ ലാസ്റ്റ് വേണോ അതുകൂടെ വേണോ എന്ന് പറഞ്ഞ് കരഞ്ഞായിരുന്നു അവിടെ കിടന്നു. അപ്പൊ ഞാൻ അതും വാങ്ങിച്ചു തന്നു. അത് തിന്നിട്ട് അതിനകത്ത് തേങ്ങ കുറവാന്ന് പറഞ്ഞ് കിടന്ന് അതിനും അലയപ്പുണ്ടാക്കി. അത് ഞാൻ പറഞ്ഞ് സോൾവ് ചെയ്ത് പറഞ്ഞു വിട്ടാ. അപ്പൊ ഓർമ്മയുണ്ടോ? അങ്ങനെ വലിയ ഒരു ഹോട്ടലിൽ ഞാൻ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കാം. അതിന്റെ ബില്ല് ചിലപ്പോൾ അടച്ചിട്ടില്ലായിരിക്കാം. താങ്കൾ വന്നു, അവിടെ വന്ന് സംസാരിച്ച ബില്ല് അടച്ചിരിക്കാം. പക്ഷെ എന്റെ സംസാരം ശരിയല്ല. എന്റെ അത് ശരി. ഇങ്ങനെ സംസാരം കുഴപ്പം. നിങ്ങൾ കാണിക്കുന്നൊന്നും കുഴപ്പമല്ല. എന്ത് കാണിക്കുന്നു? നിങ്ങൾ എന്താ ഉദ്ദേശം? നമ്മൾ ആ വിഷയം അങ്ങ് വിട്ടേക്ക്. പിന്നെ അത് സംസാരിക്കില്ല. അല്ല, നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്തിനാണ്? അച്ചുകുട്ടിയെ കാണാൻ. അച്ചു കുത്തിയത് കാണാൻ? ഇത്രയും ആൾക്കാരുടെ മുമ്പ് വെച്ച് ഷർട്ടൊക്കെ അടിക്കുന്നത് മോശമല്ലേ? കൊല്ലത്തുനിന്ന് ഞാൻ പെട്രോൾ അടിച്ച് ഇത്രയും വണ്ടി വിളിച്ച് വന്നത് തന്റെ ഈ വിളഞ്ഞ മേനിയിലെ അച്ചു കുത്തിയത് കാണാൻ. എന്തിനാണ്? അച്ചൂട്ടി ഇവിടുത്തെ ബാങ്കർ. അടിച്ചു കൂട്ടിയോ? ആര്? കോഴിക്കോട് വല്ലതാണോ? ബാങ്കറിലെ ബാങ്കർ. അവതാരിക. നിങ്ങളൊക്കെ അശ്വതി എന്നായിരിക്കും പറയുന്നത്. അശ്വതി ഇവിടെ ഇല്ല, മേക്കപ്പ് റൂമിലാണ്. ആരും പോയി പറയരുത്. അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ അശ്വതി മേക്കപ്പ് സെറ്റ് വരെ എടുത്ത് തള്ളി കളഞ്ഞിട്ട് ഓടി വരും ഇവിടെ. പിന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. ശങ്കർദാസ് എന്ന് പറഞ്ഞ ഓടി വന്ന് ചിലപ്പോ കെട്ടിപ്പിടിച്ചെന്ന് വരും. അത് ശരി. അപ്പൊ അത്രയും ബന്ധമാണ്. ആരും പോയി പറയരുത് പ്ലീസ്. അവള് മേക്കപ്പ് ചെയ്തോട്ടെ, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. നിങ്ങൾ അത്രയ്ക്ക് ബന്ധമാണോ? ബന്ധമാണോന്നാ? ചെറുപ്പകാലം തൊട്ട് എനിക്ക് അറിയാവുന്നല്ലേ. അവളിലൊരു അവതാരിക ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത് ഞാനാ. അതെങ്ങനെ? ഒരു ദിവസം വിധവയായ ഒരു സ്ത്രീക്ക് ഞാനൊരു 100 രൂപ കൊടുത്തു. നല്ല കാര്യമാണ്. അശ്വതി അന്ന് കുട്ടിയാണ്, 4-5 പഠിക്കുക. ഞാൻ ഇപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ അവൻ ചെയ്തത് കണ്ടോ, ഈ ദാസട്ടൻ ചെയ്തത് കണ്ടോ? ഒരു സ്ത്രീക്ക് 100 രൂപ കൊടുത്തു. ഇത് കണ്ട് വളരണം, കണ്ട് പഠിക്കണം, എല്ലാരോടും പോയി പറയണം. മാതൃകയാണ്. ഇവൾ എന്റെ ഭാര്യയെടുത്ത് ചെന്ന് നന്നായി അവതരിപ്പിച്ചു. എങ്ങനെ? ഈ മാമൻ ഒരു ആന്റിക്ക് എല്ലാ മാസവും 500 രൂപ വെച്ച് കൊടുക്കും. അതോടെ അവൾ എന്നെ വിട്ടുപോയി ഡൈവേഴ്സ് ആയി. നന്നായിട്ട് വളരെ കേമിയായിട്ട് അവതരിപ്പിച്ചുണ്ടായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി നല്ലൊരു അവതാരികയാണ്. അശ്വതി എല്ലാവരും ക്യാമറയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കൂ പ്ലീസ്. ക്യാമറ എല്ലാം ഓഫ് ചെയ്യണം. എനിക്ക് കുറെ നാളായി കണ്ടിട്ട് ചമ്മലിട്ടോ. നോയിക്കോളാം. അശ്വതി ഗ്ലാസ് കിട്ടുമ്പോഴത്തേക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഗ്ലാസ് ഉണ്ടെന്ന് അറിയത്തൂല്ല കേട്ടോ.
അശ്വതി ഞാൻ ആരാടോ? എപ്പോഴും പോയല്ലോ. ഞാൻ ഈ ബോംബെയിലൊക്കെ പോയി നല്ല ഫുഡൊക്കെ അടിച്ച് പണ്ട് ഞാൻ വെറും എലുമ്പായിരുന്നല്ലോ. പഴയ ഫിഗർ ഒന്ന് കാണിച്ചു നോക്കിയാൽ ചിലപ്പോ മനസ്സിലാവും. ചിലപ്പം പിടികിട്ടേക്കും. വർഷങ്ങൾക്ക് ശേഷം കാണുകയല്ലേ. ഇപ്പൊ നോക്കിക്കോടെ. ഭ്രാന്താണ്. ഇത് ആരത്? വലിയ നാടകമല്ലോ ഈ ചുണ്ടലിയുടെ കൂട്ടൊക്കെ ഫിഗറും വെച്ചോണ്ട് ആൾക്കാരെ പറ്റിക്കാൻ. ഞാൻ ആരാ? തനിക്ക് എന്താ വേണ്ട? കാര്യം പറയൂ. നോക്കണ്ട, മനസ്സിലായില്ല? ഇല്ല. ദാസേട്ടൻ, പാലായിലെ ദാസേട്ടൻ, പഴയ ശങ്കർദാസ്. ദാസേട്ടൻ, എനിക്ക് അങ്ങനെ ഒരു പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, സത്യമായിട്ടും. ചെറുപ്പകാലത്ത് ആ. മറ്റേ മുടിയൊക്കെ ഇങ്ങനെ ചുക്കുരൂരും പറഞ്ഞിട്ട് മൂക്കളൊക്കെ ഒലിപ്പിച്ച് ഇങ്ങനെ നടന്ന ആ പ്രായത്തില് അതവർക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു പ്രായം ഉണ്ടാവുമല്ലോ. ഉണ്ടാവുമല്ലോ. അന്ന് സ്കൂളിൽ സൈക്കിൾ ചവിട്ടി കൊണ്ടുപോകണം ഞാൻ മോളെ സ്കൂളിൽ കൊണ്ടാക്കുന്ന ദാസേട്ടൻ. ഓർമ്മയില്ല? ഇല്ല. മറന്നല്ലേ? കടന്നുറങ്ങാതിരിക്കുമ്പോ കടന്നോ? ഉറങ്ങാതിരിക്കുമ്പോ ഉറങ്ങാതിരിക്കുമ്പോ. അച്ചൂട്ടിയുടെ അമ്മ എന്നും എന്നെ വിളിച്ചു പറയും, ഓടിവായോ നിന്റെ പാട്ട് കേട്ടാലേ അച്ചൂട്ടി ഉറങ്ങൂ. അയ്യേ. അങ്ങനെ എന്റെ പാട്ട് കേട്ട് ഉറങ്ങിയതൊന്നും ഓർമ്മയില്ല. ഇല്ല. ഇപ്പൊ ഒന്നുമില്ല, കഥയൊന്നുമില്ല പറയാൻ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അശ്വതിയുടെ ഓർമ്മ കുറവാണോ അതോ താങ്കളുടെ ഓർമ്മ പോയതാണോ? അല്ലല്ല, ശരിക്കും ഓർമ്മയില്ലാത്ത. എനിക്ക് എന്തായാലും ഈ മനുഷ്യനെ ഓർമ്മയില്ല, സത്യമായിട്ടും. എന്നാ പിന്നെ ഇവിടെ വന്നിരുന്നു. ചുമ്മാ ഓരോ പറഞ്ഞോണ്ട് വലിഞ്ഞേറി വന്നിരിക്കുക. ഇപ്പൊ എന്തായാലും പോണില്ല, വന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. ഈ 8ാം ക്ലാസ്സിലൊക്കെ നമുക്ക് ലൈനൊക്കെ അല്ലേ? പിന്നെ എല്ലാവർക്കും പൊതുവെ കാണും. ഉല്ലാസിനും നെൽസനൊക്കെ അല്ലേ ലൈൻ ഉണ്ടാവും. എല്ലാവർക്കും കാണും. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ. അപ്പൊ 2 വർഷം കൂടെ കഴിയുമ്പോ 10ാം ക്ലാസ് ആകുമ്പോ ആ 8ാം ക്ലാസ്സിലെ പെണ്ണിനെ കളഞ്ഞ് 10ാം ക്ലാസ്സിൽ വേറെ ലൈനാ. അത് കഴിഞ്ഞ് പിന്നെ കോളേജിലോട്ട് പോകുമ്പോ ആ 10ാം ക്ലാസ് ലൈനെ കഴിഞ്ഞിട്ട് കോളേജിൽ വേറെ ലൈനോ. ഇതിനെ 3നെ കളഞ്ഞിട്ട് കല്യാണം കഴിക്കുന്ന വേറൊന്നത്തിനെ ഇല്ലേ? മുമ്പ് സ്നേഹിച്ചവളമാർ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ നിങ്ങളെ നോക്കി മുഖം വീർപ്പിക്കാറുണ്ടോ? മുഖം വീർപ്പിച്ച് ഇതുവരെ പോയി ഞാൻ കണ്ടിട്ടില്ല. വയറ് വീർപ്പിച്ചോണ്ട് പോകുന്നതാണ്. സംസാരിക്കാൻ കൊള്ളത്തില്ല ഈ ടീമുകളുടെ അടുത്ത്. അത്ര മറുപടി പറയാം, അത്രേ ഉള്ളൂ. അല്ല, തനിക്കിപ്പോ എന്താണ് വേണ്ടത്? അശ്വതിക്ക് ഒരു ലൈൻ ഉണ്ടായിരുന്നു. ആണാ? അശ്വതിക്ക് ഒരു ലൈൻ ഉണ്ടായിരുന്നു. 8ാം ക്ലാസ്സിൽ തുടങ്ങിയതാ. പ്രേമിച്ച് കോളേജിലും പ്രേമിച്ചു. എന്റെ ദൈവമേ, ദുബായിലൊക്കെ പോയിട്ടുണ്ട്. ദുബായ് പിന്നെ ഇവിടൊക്കെ ഇതുപോലൊരു പ്രേമം ഉണ്ടായിരുന്നു. മനസ്സിലായ? എന്നിട്ടിപ്പോ അയാളിപ്പം ഇതുപോലെ ഇങ്ങനെ കാണുമ്പോൾ ഫോം വീർപ്പിച്ച് പോകാറുണ്ടോ? ഇല്ല, ഇപ്പൊ ഭർത്താവായിട്ട് കൂടെ ജീവിക്കും. സമാധാനമായല്ലോ. വെറുതെ പേടിച്ച്. സണ്ണി ലിയോണിനെ അറിയുമോ? അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. അവരുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന. എന്തിനാണ് ഇയാളൊന്ന് പോയാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ? സണ്ണി ലിയോണിന്റെ കാര്യം പറഞ്ഞ് പിന്നെ ആവശ്യമില്ലാത്ത പറയാനുള്ളത്. അപ്പൊ നമുക്കറിയാവുന്ന. സണ്ണി ലിയോണിന്റെ അമ്മ പറഞ്ഞ എന്താണെന്നറിയോ? ഹലോ, പറയാ. സണ്ണി ലിയോന്റെ അമ്മ എന്താണ് പറഞ്ഞത്? സണ്ണി ലിയോണിന്റെ അമ്മ പറയാ, എന്റെ മോളെ കുറിച്ച് ഏതവനെങ്കിലും നിങ്ങളെ പോലുള്ള ഏതവന്മാരും അനാവശ്യം പറഞ്ഞ ഒരൊറ്റ അടി ചെവി കന്നത്ത് കൊടുക്കണം എടാ. സണ്ണി ലിയോൺ അന്വേഷിച്ചു വന്നിരിക്കും. ഇവന് പ്രാന്തടേ.